നമസ്കാരം, ഞാൻ ബി ദിലീപ് കുമാർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഒരിടവേളയ്ക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിവാദങ്ങൾ കൊഴുക്കുകയാണ്. 3 സർവകലാശാല വൈസ് ചാൻസലർമാർ മോഹൻ ഭാഗവത് പങ്കെടുത്ത RSS പരിപാടിയിൽ പങ്കെടുത്തതാണ് പുതിയ വിവാദം. VC-മാരുടെ നീക്കമുയർത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവത്കരണത്തിന് സർക്കാരും UDF-ഉം കുടപിടിപ്പിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പിന്നാലെ VC-മാർക്ക് വീഴ്ച പറ്റിയെന്നും അന്തസ്സില്ലാത്ത പണിയെന്നും മുഖ്യമന്ത്രി VD സതീശൻ തുറന്നടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. VC-മാരുടെ സംഘബോധം. ഈ കാണുന്ന കേരള സർവകലാശാലയ്ക്ക് മുൻപിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സംഘ് VC ഗോ ബാക്ക് എന്നായിരുന്നു ആ ബാനർ. സർവകലാശാലകളിൽ കാവ്യവൽക്കരണമെന്ന LDF-ന്റെയും ഇടത് യുവജന സംഘടനകളുടെയും ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതായിരുന്നു ഇന്നലത്തെ 3 VC-മാരുടെ നീക്കം. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ, അതായിരുന്നു മോഹൻ ഭഗവത് പങ്കെടുത്ത തിരുവനന്തപുരം കവടിയാർ ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി. ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രം. മാധ്യമങ്ങളെ പൂർണ്ണമായും നിരോധിച്ചു. പിന്നാലെയാണ് RSS സ്വകാര്യ പരിപാടിയായി നടത്തിയ സദസ്സിൽ കേരളത്തിലെ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തെന്ന വിവരം പുറത്തുവന്നത്. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, MG സർവകലാശാല VC D മാവൂത്ത്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവർ ക്ഷണിക്കപ്പെട്ട അതിഥികളായി പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നു. പിന്നാലെ സംഭവം വിവാദമായി. പ്രതിപക്ഷം സർക്കാരിനെയും UDF-നെയും കടന്നാക്രമിച്ചു. സർവകലാശാല ഭേദഗതി ബില്ലിൽ അന്നത്തെ പ്രതിപക്ഷം പിന്നിൽ നിന്നും കുത്തിയെന്ന് കുറ്റപ്പെടുത്തൽ. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ഗവർണറുമായി പോരിനില്ലെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ചൂണ്ടിക്കാട്ടി സർക്കാരും UDF-ഉം RSS നിലപാടുകൾക്ക് കീഴടങ്ങിയെന്ന അതിരൂക്ഷ വിമർശനം. ഗവർണറുടെ നിലപാട് എന്ന് പറയുന്നത് RSS-ന് വേണ്ടിയുള്ള നിലപാടാണ്. RSS-ന്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു പടി കൂടി കടന്ന് MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിലും സെനറ്റിൽ സംഘപരിവാർ അംഗങ്ങളെ കുത്തിനിറച്ചതിലും ഒടുവിൽ RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തതിലും സർക്കാരിനും UDF-നും മൗനമെന്ന ആരോപണം. മോഹൻ ഭഗത് കൂടി പങ്കെടുത്ത പരിപാടിയിൽ ഈ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരായ വൈസ് ചാൻസലർമാരാണ് അവരുടെ യോഗത്തിൽ സംഘാടകരെ പോലെ പങ്കെടുത്തിട്ടുള്ളത്. ഗത്യന്തരമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ അപകടം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പക്ഷേ പ്രതിരോധമുയർത്തി. അതീവ ഗൗരവമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നടപടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും VC-മാരുടെ അന്തസ്സിനും നിരക്കാത്തതാണ്. VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിലപാട് വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിലപാട് പിന്നാലെ അറിയിച്ചു. സർവകലാശാലകളുടെ മതേതര സ്വഭാവത്തെ അട്ടിമറിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് സർവകലാശാല VC-മാരിൽ നിന്ന് തന്നെ ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ലായിരുന്നു. തെറ്റായിപ്പോയി എന്ന് പൊതുസമൂഹത്തോട് ഏറ്റുപറയാനുള്ള മാന്യതയും ആവർത്തിക്കാതിരിക്കാനുള്ള സാമൂഹിക ബോധവും VC-മാരിൽ നിന്നുണ്ടാകണമെന്നും റോജി M. ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രതിപക്ഷം വിഷയം അവസാനിപ്പിക്കില്ല. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാലയിൽ VC മോഹനൻ കുന്നുമ്മലിനെതിരെ നടന്ന പ്രതിഷേധ പരമ്പര നമ്മൾ കണ്ടതാണ്. അന്നത്തെ RSS ബന്ധമെന്ന ആരോപണത്തിന് കൂടുതൽ വ്യക്തത നൽകുന്നതാണ് ഇന്നലത്തെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധിക്കുമെന്ന ഉറപ്പ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നുണ്ട്. രഘുനന്ദനൻ തിരുവല്ലവാരം പറയുന്നു, സർവകലാശാലകളിൽ ഇതുപോലെ ചെയ്യുന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. വനജ PR പറയുന്നുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നത് തെറ്റല്ലേ എന്ന കാര്യമാണ് ചോദിക്കുന്നത്. സദാശിവൻ പിള്ള പറയുന്നു, ഷുവർലി VC's പാർട്ടിസിപ്പേഷൻ റേസസ് ഡൗട്ട്സ് അബൌട്ട് ദ സാഫ്രണൈസേഷൻ ദാറ്റ് ഹാസ് ബീൻ റേസ്ഡ് ഫ്രം മെനി കോർണേഴ്സ് എന്നാണ്. രവികുമാർ PB പറയുന്നു, LDF BJP കൂട്ടുകെട്ടെന്നാണല്ലോ ഇത്രയും നാൾ UDF പറഞ്ഞത്, ഇപ്പോൾ അത് തിരിഞ്ഞു പോയോ എന്ന്. മറ്റൊരു പ്രതികരണം വന്നിരിക്കുന്നത് ഷീജ MKയുടെ ഭാഗത്തു നിന്നാണ്. എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നതിന് അതിനെക്കുറിച്ചാണ്, അതുകൊണ്ടാണ് ഇത്തരം ഒരു ആൾക്കൂട്ടം ഈ കമൻറ്റ് ബോക്സിലുള്ളത് എന്നാണ്. ഏതായാലും
ഈ നിരവധി പേർക്ക് പ്രതികരിക്കാനുള്ള വേദി കൂടിയാണ് ഈ പൊതുജനം കഴുതയല്ല സാർ എന്നുള്ളത്. സാധാരണക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ വിവിധ വാർത്തകളോട്, വിവിധ വിശേഷങ്ങളോടൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളോടും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു പ്രതികരണ വേദി കൂടിയാണ് പൊതുജനം കഴുതയല്ല സാർ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികരണങ്ങളൊക്കെ വായിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈസ് ചാൻസലർമാർ ഇങ്ങനെ ഈ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള RSS രാഷ്ട്രീയ സംഘടനയല്ല എന്ന് വാദിക്കാം, സാംസ്കാരിക സംഘടനയാണെന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇത്തരം സംഘടനകളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുക എന്നത് അത് ഒരു നല്ല കാര്യമായി കാണുന്നില്ല. അത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, RSSൻ്റെ പരിപാടിയിൽ മാത്രമല്ല, VC-മാർ AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന കേരള പഠന കോൺഗ്രസ് ആയാലും, അതുപോലെ KPCC സംഘടിപ്പിക്കുന്നതോ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്നതോ ആയ പരിപാടികളിലൊക്കെ ഈ നിലയിൽ അവർ പങ്കെടുക്കുക എന്നതൊരു വിധേയത്വത്തിൻ്റെ ഒരു സ്വഭാവമായി കൂടി കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരം പരിപാടികളിൽ നിന്ന് വേർവിട്ട് നിൽക്കുക. സർവകലാശാലകൾക്ക് തന്നെ ഉയർന്ന തലത്തിലുള്ള എത്രയോ ഈ സെമിനാറുകളും സിംപോസിയങ്ങളും ശില്പശാലകളും ഒക്കെ നടത്താനുള്ള കഴിവുകളുണ്ട്. ആ നിലയിൽ അതിനെയൊക്കെ കാണേണ്ടതാണ്. രാഷ്ട്രീയത്തിൽ നിന്ന്, രാഷ്ട്രീയത്തോടൊക്കെ അല്പം അകലം ഈ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്നവർ പാലിക്കുകയും അക്കാദമിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. മറ്റൊരു വിശേഷത്തിലേക്കാണ്. നിപ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിവാദങ്ങളും സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിനെ തിരിഞ്ഞുകൊത്തുകയാണ്. വകുപ്പ് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും വിരുദ്ധ അഭിപ്രായങ്ങളിലുണ്ട് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പോരായ്മകൾ. സംസ്ഥാനത്ത് നിപയും ഷിഗല്ലയും പകർച്ചവ്യാധിയും പടരുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ റീനയെ മാറ്റിയത്. പരിശോധനാ ഫലത്തെ ചൊല്ലി തുടക്കത്തിലുണ്ടായ ആശയക്കുഴപ്പത്തിന് കാരണം ആരോഗ്യവകുപ്പ് ഡയറക്ടറാണെന്നാണ് മന്ത്രി കെ മുരളീധരൻ ഇന്നു പറഞ്ഞത്. തുരപ്പൻ പണി കാണിക്കുന്നവരെ ഇനിയും മാറ്റുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതിനിടെ പാലക്കാട് കോളറ സ്ഥിരീകരിച്ചെന്നും ഇല്ലെന്നുമുള്ള മന്ത്രിയുടെയും DMAയുടെയും പ്രസ്താവനയും ഇന്നലെ കണ്ടു. ആരോഗ്യവകുപ്പിലുണ്ടായ ഏകോപനക്കുറവ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയെന്ന വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടിയോ? നോക്കാം. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അടിമുടി ആശയക്കുഴപ്പമോ? കഴിഞ്ഞ കുറേ ദിവസമായി കേരളം പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ്. ഈ സമയത്തും ആരോഗ്യവകുപ്പിൽ ഏകോപനം ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ്. അതിനുള്ള ഉത്തരം മന്ത്രി തന്നെ പറയും. ഇങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുക. ഇതേ DHS ആണ് എന്നെ 6 മണിക്ക് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്നു പോസിറ്റീവ്. തുരപ്പൻ പണി കാണിക്കുന്നവരെ ഇനിയും മാറ്റുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. DHSനെ മാറ്റുന്നത് സർക്കാരിന്റെ വിവേചന അധികാരമെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ പെയ്യുന്നത് ചാർമഴയെന്നും ഇടിവെട്ടിയുള്ള മഴ പിന്നാലെ വരുമെന്നും കൂട്ടിച്ചേർത്തു. പകർച്ചവ്യാധി സമയത്ത് ഡോക്ടർ റീന 15 ദിവസം അവധി ചോദിച്ചതിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇത് നിഷേധിച്ച് ഡോക്ടർ റീന രംഗത്തെത്തിയത് ആരോഗ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. DHSനെ മാറ്റണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റും മന്ത്രിയാണ്. അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ചിലർ മറ്റേ തുരപ്പം പണി കാണിച്ചു അവരെ പിടിക്കൂ. മുൻ DHSൽ മാത്രം ഒതുങ്ങുകയില്ല മന്ത്രിയുടെ പരാമർശം. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിക്കെതിരെയും വിമർശനം ഉന്നയിച്ചു. കളക്ടർ എന്ത് വിചാരിച്ചു? ഒഫീഷ്യൽ വിവരം കിട്ടുമ്പോൾ മന്ത്രി അറിയിക്കുന്നല്ലേ കളക്ടർ വിചാരിക്കുക. ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ രോഗം പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. എന്നാൽ ചില കോലി വയ്ക്കുന്നവരെ നടപടിയെടുക്കും. പാലക്കാട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പരാമർശം തള്ളി DMO രംഗത്തെത്തിയിരുന്നു. 2 പേർക്ക് രോഗലക്ഷണമെന്ന സംശയമുണ്ടായിരുന്നുവെന്നും പരിശോധനയിൽ നെഗറ്റീവ് എന്ന് കണ്ടെത്തിയെന്നും DMO പ്രതികരിച്ചു. ഇതിലാണ് ഉദ്യോഗസ്ഥന് താക്കീതുമായി മന്ത്രി രംഗത്തെത്തുന്നത്. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും വിവിധ ജില്ലകളിൽ DMOമാർ ഇല്ലാത്തതും വലിയ പ്രതിസന്ധിയാണ് ആരോഗ്യവകുപ്പിനുള്ളത്. ഇത് പരസ്യമായി തുറന്നു പറയാൻ മന്ത്രിയും തയ്യാറാകുന്നുണ്ട് എന്നതും വാസ്തവമാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മുമ്പ് നടത്തിയ പരാമർശം ചൂണ്ടിക്കാട്ടി വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. കോവിഡ് ഉൾപ്പെടെ ഉണ്ടായപ്പോൾ ഭരിക്കുന്നവർക്കെതിരെ ശാപവാക്കുകൾ പറയാൻ മിടുക്ക് കാണിച്ച ആളാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ആര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല രോഗവ്യാപനമെന്ന് അദ്ദേഹത്തിന് 1 മാസം കൊണ്ട് മനസ്സിലായി കാണുമെന്നും പിണറായി വിജയൻ. മുൻപ് നിപ്പ ബാധ ഉണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷം ചെയ്തതുപോലെ നിപ്പയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഞങ്ങളേതായാലും തയ്യാറല്ല. കേരളം പകർച്ചവ്യാധിയുടെ പിടിയിൽ നിൽക്കുമ്പോഴും
മുൻ DHSനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ആരോഗ്യമന്ത്രി ഉന്നയിക്കപ്പെടുന്നത്. പ്രതിപക്ഷമാകട്ടെ തക്കതായ മറുപടിയും നൽകുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ ചോദ്യം മാത്രം ഇവിടെ അവശേഷിക്കുകയാണ്. ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലായ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് കൃത്യമായി മറുപടി നൽകാൻ മന്ത്രിക്കും ആയിട്ടില്ല. അനൂപിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അബ്രഹാം തോമസ് പറയുന്നു, പകർച്ചവ്യാധിയുടെ പേരിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലുമ്പോൾ അവനവൻ ജാഗ്രത പാലിക്കും, നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ കാക്കുക എന്ന്. അതിനിടയിൽ ഒരു തമാശയുമായി തോമസ് മാത്യു വരുന്നുണ്ട്. ഇപ്പോഴത്തെ നിപ്പ വരുത്തുന്ന വവ്വാലുകൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായവയാണ് എന്നാണ് തോമസ് മാത്യു തമാശയായി പറയുന്നത്. റീന സതീശൻ പറയുന്നു, ഈ പകർച്ചവ്യാധി സമയത്ത് പരസ്പരം ഈഗോ കാണിക്കാതെ ആരോഗ്യ പ്രവർത്തകരും സർക്കാരും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണം, ജനങ്ങളുടെ ജീവനാണ് എന്ന കാര്യം. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് പ്രതികരിക്കുന്നത്. മിനിബാബു പറയുന്നുണ്ട്, പരസ്പരം കുറ്റപ്പെടുത്തേണ്ട സമയമല്ല, ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സമയമാണ് എന്ന കാര്യം. ഷാജി പൊയ്കയിൽ പറയുന്നു, ഈ മഴക്കാലത്ത് അസുഖങ്ങൾ കൂടുന്ന സമയമാണ്, ആരോഗ്യവകുപ്പ് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തണം, പല ഹോസ്പിറ്റലുകളിലും ഭയങ്കര തിരക്കാണ് എന്ന് ആശാ സിംഗപ്പൂർ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിൽ തന്നെയാണ് ഇവിടെ. രോഗം ബാധിച്ച് കിടക്കുന്നവരെ എത്രയും വേഗം ചികിത്സിക്കുക, അവർക്ക് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. അങ്ങനെ നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കട്ടെ. ഇനിയും പരസ്പരം ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലയിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. മറ്റൊരു വിശേഷത്തിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി നടപടി തീരുമാനിക്കാൻ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കെ CPIMനെ പ്രതിരോധത്തിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാർ. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെയും ADGP S. ശ്രീജിത്തിനെയും ബോധപൂർവം മാറ്റി നിർത്തിയെന്ന് അടുത്ത സുഹൃത്തുക്കളോട് പത്മകുമാർ വെളിപ്പെടുത്തി. വരാനിരിക്കുന്ന ആത്മകഥയിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നാണ് സൂചന. ആത്മകഥ പാർട്ടിയെ ബാധിക്കില്ലെന്നാണ് CPIMന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയിറങ്ങാതെ വിവാദം. തന്റെ കുടുംബത്തിലെ യുവതികളാരും ശബരിമല ദർശനത്തിന് പോകില്ലെന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനെല്ലാം ശേഷം യുവതികൾ ശബരിമലയിൽ ദർശനത്തിനായി എത്തിയ ദിവസം തന്നെയും ADGP S. ശ്രീജിത്തിനെയും മനഃപൂർവ്വം സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്നാണ് A. പത്മകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇതിനെല്ലാം പിന്നിൽ പാർട്ടിയിലും സർക്കാരിലും ഒരേപോലെ സ്വാധീനമുള്ള ഒരു ഉന്നതനെന്നാണ് ആ വെളിപ്പെടുത്തലുള്ളത്. പത്മകുമാർ വിരൽ ചൂണ്ടുന്നത് ആർക്ക് നേരെയാണ്? 2019 ജനുവരി 1 മകരവിളക്ക് തീർത്ഥാടനം നടക്കുമ്പോഴായിരുന്നു സംഭവം. അന്ന് ഉച്ചയ്ക്ക് പത്മകുമാർ സന്നിധാനത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ ഭരണ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതന്റെ ഓഫീസിൽ നിന്ന് ഫോൺ വഴി ആവശ്യപ്പെട്ടത്. ഇതിന് പ്രകാരം രാത്രി 1 മണിയോടെ പത്മകുമാർ തിരുവനന്തപുരത്തെത്തി. ഉന്നതനെ കാണാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ കാണാമെന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. രാവിലെ 5 ഇദ്ദേഹത്തെ വീണ്ടും കാണാനായി ഇറങ്ങും മുമ്പ് TV വെച്ച് നോക്കുമ്പോഴായിരുന്നു സന്നിധാനത്ത് ബിന്ദു അമ്മിണി, കനകദുർഗ എന്നിവർ ദർശനം നടത്തിയ വാർത്ത കാണുന്നത്. ഉടൻ തന്നെ പത്മകുമാർ ഉന്നതനെ കണ്ടു. തന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് പറഞ്ഞതായാണ് വിവരം. ഇക്കാര്യങ്ങളാണ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകളിൽ ഉള്ളത്. ഇക്കാര്യങ്ങൾ ആത്മകഥയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി രേഖകളിൽ ചെമ്പുപാളിയാക്കിയത് മറ്റാരോ ആണെന്നും ഒപ്പിടാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് തുറന്നു പറഞ്ഞു. പത്മകുമാറിനെ യുവതി പ്രവേശന സമയത്ത് മാറ്റി നിർത്തേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ലെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യമല്ല. കാരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തെ അവിടുന്ന് മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പത്മകുമാറിന്റെ നീക്കങ്ങൾക്ക് വിധേയപ്പെടേണ്ടെന്നാണ് CPM നിലപാട്. നാളെ ചേരുന്ന CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയേക്കും. പത്മകുമാറിനെ അവഗണിച്ച് തള്ളുകയാണ് നേതൃത്വം. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായതിനു പിന്നാലെ സമ്മർദ്ദ തന്ത്രമാണ് പത്മകുമാർ പയറ്റുന്നതെന്ന അഭിപ്രായവും പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. കടുത്ത നടപടി ഉണ്ടായാൽ ഒരുപക്ഷെ വിവാദ വിഷയങ്ങളിലടക്കം പത്മകുമാർ തുറന്നു പറച്ചിലുകൾ നടത്തിയേക്കും. കഴിഞ്ഞ നവംബർ 20 CPMന്റെ മുതിർന്ന നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായത്. സ്വർണ്ണപ്പാളി ചെമ്പ് പാളിയാക്കാൻ കൂട്ടുനിന്നെന്ന ആരോപണം ശക്തമായപ്പോഴും
CPIM A പത്മകുമാറിനോട് മൃദുസമീപനം സ്വീകരിച്ചു. അന്വേഷണം തീരും വരെ ആരെയും കുറ്റക്കാരെ കാണാൻ കഴിയില്ലെന്ന ന്യായീകരണത്തിലൂടെയാണ് പാർട്ടി പ്രതിരോധം തീർത്തത്. പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയതും ഇക്കാര്യങ്ങളാണ്. പത്മകുമാറിന്റെ പേരിൽ നടപടിയെടുക്കണമെങ്കിൽ രണ്ട് കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. ഒന്നാമത്തെ കാര്യം, ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല, ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ കടുത്ത പരാജയം നേരിട്ടതോടെയാണ് CPM നേതൃത്വം മാറി ചിന്തിച്ചത്. ഇനി നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് നേതൃത്വം ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു. നടപടി തീരുമാനിക്കാൻ നാളെ ജില്ലാ കമ്മിറ്റി ചേരാനിരിക്കെ A പത്മകുമാറിന്റെ ചെക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന വാദത്തിന് പുറമെ യുവതീ പ്രവേശനത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നെന്ന ആരോപണങ്ങൾക്ക് ബലം പകരുന്ന നിലപാട് കൂടിയാണ് A പത്മകുമാറിൽ നിന്ന് ഉണ്ടാകുന്നത്. ശബരിമല യുവതീ പ്രവേശം, സ്വർണ്ണക്കൊള്ള വിവാദങ്ങളോടെ നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന CPM-ന് പത്മകുമാറിന്റെ നീക്കം തലവേദനയുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. A പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിലാണ് CPM. ഇത് തടയാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് വെളിപ്പെടുത്തലിലും ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കാത്ത ഈ ഒരു നിലപാട് പാർട്ടി എന്തുകൊണ്ടാണ് തിടുക്കത്തിൽ ഇപ്പോൾ എടുക്കുന്നതെന്നാണ് ചോദ്യമുയരുന്നത്. പത്മകുമാർ വിലച്ചുണ്ടെന്ന ഉന്നതൻ ആരാണ്? ജിബിൻ JB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആ ഉന്നതർ ദൈവത്തെപ്പോലെ കരുതുന്ന ചിലരായിരുന്നു എന്നാണ് നേരത്തെ A പത്മകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നത്. അതാണ് നിസാം കൊല്ലം പ്രതികരണമായി പറയുന്നത്. പത്മകുമാർ ആ ദൈവത്തെപ്പോലെ കണ്ടവരുടെ പേര് വിളിച്ചു പറയുമോ ഈ കണക്കിനെന്നാണ്. സുജേഷ് നന്നങ്ങാടി പറയുന്നു, ഇത്രയും കാലം എവിടെയായിരുന്നു, ഭരണം പോയപ്പോഴാണോ ബോധോദയമുണ്ടായത് എന്ന്. സംസ്ഥാനത്തെ നിർമ്മാണ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് കൂട്ടത്തോടെ മടങ്ങിയതായിരുന്നു ആദ്യ പ്രതിസന്ധി. കാത്തിരിപ്പിനൊടുവിൽ അവർ മടങ്ങിയെത്തി. ഇപ്പോൾ ഇവരുടെ കൂലി വർധനവാണ് നിർമ്മാണ മേഖലയിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പെട്ടെന്നുള്ള അധിക വർധന ആവശ്യം കരാറുകാരെ വലയ്ക്കുകയാണ്. തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കരാറുകാരുടെ സംഘടനകൾ പറയുന്നു. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിർമ്മാണ മേഖല സ്തംഭിക്കുമോ? അസം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ഗ്യാസ് ക്ഷാമവും വന്നതോടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ കഴിഞ്ഞ ദിവസമാണ് തിരികെ കേരളത്തിലേക്ക് എത്തിയത്. തിരികെ വരവ് ഒരു ആശ്വാസമായിരുന്നുവെങ്കിലും പ്രതിസന്ധി ഒഴിയുന്നില്ല. അധിക കൂലി ചോദിച്ചു തന്നെയാണ് പ്രതിസന്ധിക്ക് കാരണം. 935 രൂപ മേസ്തിരിക്കും 845 രൂപ സഹായിക്കും. ഇങ്ങനെയാണ് സർക്കാർ നിശ്ചയിച്ചിരുന്ന കൂലി. അതിൽ നിന്നുമാണ് ഇപ്പോൾ മേസ്തിരിക്ക് 1500 രൂപയും സഹായിക്ക് 1300 രൂപയും നൽകണമെന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആവശ്യം ഉയരുന്നത്. 1-2 ദിവസം വീടുകളിലെ അറ്റകുറ്റപ്പണികൾക്കോ കൃഷിപ്പണിക്കോ പോകുന്നവർക്ക് ഇത് വലിയ പ്രതിസന്ധിയാകുന്നില്ലെങ്കിലും സ്ഥിരമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുന്നവർക്ക്, അതായത് നിർമ്മാണ മേഖലകൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ മേസ്തിരിക്ക് 1100 രൂപയും സഹായിക്ക് 900 രൂപയുമാണ് നൽകാൻ കഴിയൂവെന്ന് കരാറുകാർ പറയുന്നു. ഇത് കാണിച്ചുകൊണ്ട് പെരുമ്പാവൂർ നഗരത്തിൽ വിവിധയിടങ്ങളിൽ കൂലി നിശ്ചയിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചു. കൂലി വർധനവിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കരാറുകാരുടെ തീരുമാനം. ഇത്രയും വലിയ തുക നൽകി പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കരാറുകാർ പറയുന്നു. അസംഘടിത ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല. അപ്പൊ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വന്ന് പണിക്ക് പോകാനായിട്ട് നിൽക്കുന്ന കുറെ ഭായിമാരുടെ അടുത്ത് നിന്ന് വിളിക്കുമ്പോൾ, ഒരു ദിവസത്തേക്കൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ കൂലി കൂടുതൽ പറയും. അന്നേരം ആളുകൾ അത് കൊടുത്ത് വിളിക്കാൻ തയ്യാറാവുന്നതാണ് ഈ പ്രശ്നത്തിന്റെ കാരണം, പ്രശ്നങ്ങൾ ഉടലെടുത്തതിന്റെ കാരണം. ഒരു നിശ്ചിത തുകയ്ക്കും സമയപരിധിക്കുള്ളിലും പണി തീർക്കാമെന്ന ഉടമസ്ഥർക്ക് കരാർ നൽകിയാണ് ഭൂരിഭാഗം വർക്കുകളും കരാറുകാർ ഏറ്റെടുക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവ് മൂലം ഇതിനകം തന്നെ പ്രതിസന്ധിയിലായ ഈ മേഖലയ്ക്ക് ഈ അന്യായമായ കൂലി വർധനവ് താങ്ങാൻ കഴിയില്ല. ചിലയിടങ്ങളിൽ തൊഴിലാളികൾ സംഘടിതമായി സമ്മർദ്ദം ചെലുത്തി പണിമുടക്കുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ അതിന് വഴങ്ങേണ്ടതില്ലെന്നാണ് സംഘടനകളുടെ തീരുമാനം. പണ്ട് മലയാളികളാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ കൂടുതലായും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയതോടെ അവർ പയ്യെ അതിൽ നിന്നും പിൻവാങ്ങാൻ തുടങ്ങി. പുതിയ തലമുറയ്ക്കാകട്ടെ അതിനോടൊന്നും വലിയ താല്പര്യവും കാണിക്കാറില്ല. ഇതുതന്നെയാണ് കൂടുതൽ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നതും. കൊച്ചിയിൽ നിന്നും ആൻമരിയ സണ്ണി, 24. പൊതുജനം കഴുതയല്ല സാർ.
ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ശബരിമല ശ്രീകോവിലിലെ അവസാനവട്ട പരിശോധനയ്ക്കായി ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നു. മിഥുനമാസ പൂജയ്ക്ക് നട തുറന്നതിന് പിന്നാലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴ്ഭാഗവും ഇളക്കുകയാണ് പരിശോധനയ്ക്കായി. അന്വേഷണ സംഘത്തലവൻ SPS ശശിധരൻ അടക്കമുള്ളവർ സന്നിധാനത്ത് ഈ അന്വേഷണത്തിനായി പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണർ കൂടി എത്തിയപ്പോഴാണ് ഈ ഇളക്കി പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇളക്കിയെടുത്ത ഭാഗങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലെത്തിച്ചായിരിക്കും ഈ തൂക്കമടക്കം പരിശോധിക്കുക. ഇത്തവണ സാമ്പിൾ ശേഖരിക്കുന്നില്ല, തൂക്കമടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൽ വളരെ നിർണായകമായ പരിശോധനയ്ക്കായാണ് SIT സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ SITക്കൊപ്പം തന്നെ വിദഗ്ധ സംഘവും ഉണ്ട്. മുമ്പ് സാമ്പിളുകൾ ശേഖരിച്ചപ്പോൾ വിദഗ്ധരുടെ അഭാവമുണ്ടായിരുന്നു. അത് വിമർശനമായും ആക്ഷേപമായുമെല്ലാം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് ഇത്തവണ ഈ പരിശോധന നടക്കുന്നത്. സന്നിധാനത്തെ പ്രഭാമണ്ഡലം, കട്ടിളപ്പാളിയുടെ താഴത്തെ ഭാഗം എന്നിവ ഇളക്കിയാണ് സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. സ്വർണ്ണപ്പാളികൾ ഇളക്കി അവിടെ വെച്ച് തന്നെ വിദഗ്ധരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പരിശോധനകൾ പൂർത്തിയാക്കുക എന്നതുമുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് വിനേഷ് കുമാർ കൂടി ചേരുകയാണ്. വിനേഷ് കുമാർ, അവിടെ ഈ കട്ടിളപ്പാളി അത് ഇളക്കി പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ 2 മണിക്കൂറായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SIT തലവൻ ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം 5 മണിയോടുകൂടി നട തുറന്നപ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പരിശോധന തുടങ്ങിയിരുന്നു. പക്ഷേ തിരുവാഭരണ കമ്മീഷണറെ വിളിച്ചതിന് ശേഷം തിരുവാഭരണ കമ്മീഷണറെ വിളിച്ചിരുന്നു. കാരണം ഈ സ്വർണവും മറ്റു കാര്യങ്ങളും പരിശോധിക്കണമെങ്കിൽ ശബരിമലയിൽ 2 കമ്മീഷണർമാരാണുള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ളതും മറ്റൊന്ന് തിരുവാഭരണ കമ്മീഷണറാണുള്ളത്. ഇതിൽ സ്വർണത്തിൻ്റെയും മറ്റു കാര്യങ്ങളും തിരുവാഭരണ കമ്മീഷണറാണ് നോക്കേണ്ടത്. അദ്ദേഹം എത്തിയതിന് ശേഷം ഈ പാളികൾ, അതായത് ഈ ശ്രീകോവിലുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പ്രഭാമണ്ഡലത്തിലെ പാളികൾ പരിശോധിക്കുകയാണ്. പ്രഭാമണ്ഡലവും അതിൻ്റെ താഴത്തെ പാളികളുമാണ് ഇപ്പോൾ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. SITയുടെ കൂടെയുള്ള ഗോൾഡ് സ്മിത്ത് പ്രത്യേക ടീമിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവരാണിപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നട തുറന്നത് മുതൽ തന്നെ വലിയ തോതിലുള്ള ഭക്തരുടെ ഒഴുക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭക്തർ തൊഴാൻ നിൽക്കുന്ന ശ്രീകോവിലിന് മുമ്പിലാണിപ്പോൾ ഇത്തരത്തിൽ ഈ പ്രഭാമണ്ഡലവും അതുപോലെ തന്നെ അതിൻ്റെ പാളികളും പിന്നെ ഇളക്കി എടുക്കാനുള്ളൊരു ശ്രമമാണ്. ഇതിൽ കൃത്യമായ പരിശോധനയാണ്. സാമ്പിൾ പരിശോധന തൽക്കാലം ഇല്ല എന്നാണ് SIT വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പാളി ഇത് കൃത്യമായി തന്നെ ഇളക്കി ഇതിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഗ്രാമിൽ കുറവ് വന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള പരിശോധനയിലേക്കാണ് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായി ഇതിൻ്റെ അന്തിമമായ റിപ്പോർട്ട് അടുത്ത ദിവസം കൊടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പാണ് വീണ്ടും ഒരു പരിശോധനയ്ക്കുള്ള ഒരു തീരുമാനം. ഇതിൽ കൃത്യമായ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ കേസിൽ 13 പ്രതികളാണുള്ളത്. ഇതിൽ കൃത്യമായ ഒരു കുറ്റപത്രം പോലും കൊടുക്കാൻ കഴിയാതെ വന്നതോടെ പല ആളുകളും ഇതിൽ നിന്ന് കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തുടർ നടപടിയിലേക്ക് കൃത്യമായ തെളിവുകൾ വേണം. ആ തെളിവുകൾ പഴുതടച്ചുള്ള തെളിവുകൾ തന്നെയാണ് SIT സംഘം അതിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ശബരിമലയിൽ ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ സാമ്പിൾ പരിശോധിച്ച് അയച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു പരിശോധന കൂടി നടത്തുന്നത്. ദിലീപ്, ശബരിമല സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിർണായകമായ പരിശോധനയാണ് SIT അവിടെ സന്നിധാനത്ത് നടത്തുന്നത്. പ്രത്യേക സംഘത്തിനൊപ്പം തന്നെ അവിടെ വിദഗ്ധർ കൂടി എത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഈ പരിശോധന നടക്കുന്നത്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതിന് ശേഷമാണ് ഈ നിർണായകമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സന്നിധാനത്തെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴത്തെ ഭാഗവും ഇളക്കിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. സാമ്പിൾ ശേഖരണം ഉണ്ടാവില്ല, പകരം സ്വർണ്ണപ്പാളികൾ ഇളക്കി അവിടെ വെച്ച് തന്നെ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ കൃത്യത ഉറപ്പാക്കുന്നതിനാണ് ഈ രീതിയിൽ പരിശോധന നടത്തുന്നത്. മിഥുനമാസ പൂജകൾക്കായി 5 മണിയോടെയാണ് നട തുറന്നത്. തുടർന്നാണ് അന്വേഷണ സംഘം ഇവിടെ പരിശോധന
അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയത്. പൂജകൾ അവസാനിക്കുന്നതോടുകൂടി പരിശോധനകൾ പൂർത്തീകരിക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നത്. മറ്റേതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ പരിശോധനകൾ നടത്തുക എന്നതിൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നിഗമനം. അതുകൊണ്ടാണ് ഈ നട തുറക്കുന്ന സമയം തന്നെ അധികൃതർ ഈ പരിശോധനയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ഈ മാസപൂജയ്ക്കായി മല കയറി എത്തിയിട്ടുണ്ട്. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 രാത്രിയാണ് ശബരിമല നട അടയ്ക്കുന്നത്. അതിനിടെയാണിപ്പോൾ SIT സംഘം സന്നിധാനത്തെത്തി പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴ്ഭാഗവും ഇളക്കി പരിശോധന നടത്തുന്നത്. ഇതോടെ പരിശോധന നടപടികൾ തുടരുകയാണ്. ഇതോടെ ഇന്നത്തെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.